ഹായ്. ഈ അമ്മമാരെ കുറിച്ച് എപ്പോഴും എല്ലാവരും പുകഴ്ത്തുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് ഇവിടെ വന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ ഇങ്ങനെ അമ്മയെ കുറിച്ച് ഇങ്ങനെ എന്താ പറയുക, അമ്മ പോരാളിയാണ്, പോരാളി അറിഞ്ഞ ചീത്ത പറയും, അങ്ങനെ 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 കണ്ടു. അപ്പം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നി. സത്യം പറഞ്ഞാൽ അതെനിക്ക് അങ്ങനെ തോന്നാൻ കാരണം ആ അമ്മമാരോടുള്ള ദേഷ്യം കൊണ്ട്. കാരണം ഞാനൊരു അമ്മയാണ്, പക്ഷെ അതല്ല. പക്ഷെ ഈ അമ്മമാർ തന്നെ വീട്ടിൽ പെമ്മക്കൾക്ക് ഒരു മനസ്സമാധാനം കൊടുക്കാത്ത ആൾക്കാരുണ്ട്. ഈ അമ്മമാര് അവരെ വയറ്റിൽ തന്നെയല്ലേ ഞങ്ങളും ജനിച്ചത്, ഈ പെമ്മക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ. പക്ഷെ എന്നിട്ട് ഞങ്ങൾക്ക് പെൺകുട്ടികളോട് മാത്രം ഈ അമ്മമാർക്ക് ഒരു പ്രത്യേക കാറ്റഗറിയിൽ മാറ്റി നിർത്തുന്നുണ്ടാവും വീട്ടിൽ. നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അനുഭവം ഉണ്ട്. ഇപ്പം എൻ്റെ സിസ്റ്റർ ഉണ്ട്, അവൾക്കും ഇതേ സെയിം അവസ്ഥ. അതേപോലെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവൾക്കും അതേ അവസ്ഥ. എൻ്റെ ഒരു 59 വയസ്സായ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റിയുടെ ബാല്യകാലത്തും ഇതേ അവസ്ഥയാണ്. ആൻറ്റി ഇപ്പോഴും പറയും ഈ പ്രായത്തിലും എൻ്റെ ചെറുപ്പത്തിൽ എന്നോട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഈ പ്രായമായിട്ട് പോലും ആൻറ്റിക്ക് ആളുടെ മമ്മിയോട് ക്ഷമിക്കാൻ തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരെ മാറ്റി നിർത്തുക, ഈ സ്ത്രീകളെ മാറ്റി നിർത്തുക, വീട്ടിൽ നിന്ന് തന്നെ പരിഗണിക്കാതിരിക്കുക. ഇപ്പോൾ ഫുഡില് എന്താ പാഷ്വാലിറ്റി കാണിക്കുക. ഫുഡിലാണെങ്കിൽ ബ്രദറിന് നല്ല ഫുഡ് കൊടുക്കും, നമുക്ക് എന്താ പറയുക കുറച്ച് എന്താ പറയുക പൊട്ടിഞ്ഞളിങ്ങിയ ഇപ്പോൾ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ചായ എന്താണെങ്കിൽ പോലും അവന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ അവനെ നന്നായി പഠിപ്പിച്ചതിന് ശേഷം നമ്മളെ പഠിപ്പിക്കുള്ളൂ. ചോദിച്ചാൽ പിന്നെ നമ്മൾ പെൺകുട്ടികളാണ്, നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ സെക്കൻഡ് കാറ്റഗറിയാണ്, അവനാണ് ഇമ്പോർട്ടൻസ്. അതായത് ആണുങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. ഞാൻ ഇങ്ങനത്തെ അമ്മമാരോടായിട്ട് പറയും, നിങ്ങൾക്ക് നാണുണ്ടോ? നിങ്ങളുടെ വയറ്റിൽ തന്നെയല്ലേ ജനിച്ചത്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നു? ഒരു സമാധാനം തന്നൂടെ? ഈ പെൺകുട്ടികളൊക്കെ വീട്ടിൽ പണിയെടുക്കാൻ മാത്രം ജനിച്ച ഒരു ആൾക്കാരാണെന്നൊരു ധാരണ കുറേ അമ്മമാർക്കുണ്ട്. അതൊക്കെ ഒന്ന് നിർത്തി വെക്കും പ്ലീസ്. കുറച്ച് സമാധാനം, കുറച്ച് നേരം കൂടിയിരിക്കുക. എന്താ നിന്റെ പ്രശ്നം? അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്ലി ആയിക്കൂടെ? ഈ എപ്പോൾ നോക്കിയാലും പാത്രം കഴുകുക, അടിച്ചു വാരി തുടയ്ക്കുക, നിന്റെ തുണി അലക്ക്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ തുണി അലക്കണം, ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മുഴിഞ്ഞതും എന്തായാലും ഇട്ട് നടക്കാം, ഞങ്ങൾക്ക് കുളിക്കാൻ ഞങ്ങൾക്കറിയാം. പിന്നെ സ്വന്തം മക്കളെ കുറിച്ച് മാത്രം പരദൂഷണം പറഞ്ഞ് നടക്കുക, ഫോൺ വിളിക്കുക, എല്ലാവരോടും വിളിച്ച് പറയും അവളങ്ങനെയാണ്, അതിന് വീട്ടിലൊരു ജോലി എടുക്കില്ല, എപ്പോൾ നോക്കിയാലും മൊബൈൽ കുത്തി നടക്കാണ്, എൻ്റെ മോൻ വളരെ പാവാണ്. സ്വന്തം മോനെ കുറിച്ച് കുറേ പുകഴ്ത്തിയിട്ട് സ്വന്തം മോളെ ഭയങ്കര താഴ്ത്താം. ഇതേപോലത്തെ അമ്മമാരെ നിങ്ങൾ ഉണ്ടാവില്ല അല്ലേ? എന്ന് വെച്ചാൽ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറേ അനുഭവം ഉണ്ട്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ പേഴ്സണൽ എൻ്റെ ലൈഫിൽ ഒരുപാട് പേരെ എനിക്കിപ്പോൾ ഇങ്ങനെ അറിയാം. പെൺകുട്ടികളെ വീട്ടിൽ അടിമകളായിട്ട് കാണുന്ന രീതി. ഇപ്പം അവർ സാലറി കൊണ്ട് ഇപ്പം നമ്മൾ ഡിവോഴ്സായി നിൽക്കാൻ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? ഇവർ നിർത്തും, ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല. എന്നാലും ഈ അമ്മമാര് ശരി എന്ന് വെച്ചാൽ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി സാലറി കൊണ്ട് കൊടുക്കും വേണം. അതും പോരാഞ്ഞിട്ട് വീട്ടിലെല്ലാ ജോലികളും ചെയ്യണം, A to Z വരെ ചെയ്യണം. ഇതിനിടയിൽ നമ്മുടെ ആങ്ങളമാരുണ്ടാവുമല്ലോ, അവരാണെങ്കിൽ ചിലപ്പോൾ സാലറിയുടെ പകുതിയുടെ പകുതിയാവും കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ അവർക്ക് ഒരു ജോലിയും ചെയ്യേണ്ട, അവരുടെ ഫുഡ് വേണമെങ്കിൽ അവർ അടുത്ത് കൊണ്ട് കൊടുക്കും. ഈ അമ്മമാരെ ഫുഡ് പ്ലേറ്റ് മോൻ കഴിക്കി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഇതേപോലെ പുറത്ത് ജോലിക്ക് പോയിട്ട് രാത്രി വയ്യാണ്ടായി വരണേ ഈ സാലറിയുടെ പകുതി മേടിക്കുന്നുണ്ട്, വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിനക്ക് വേണേൽ പോയി എടുത്ത് കഴിച്ചോ ഫുഡ്, അടുക്കളയിൽ എങ്ങനെ ഉണ്ടാവും? ചിലപ്പോൾ അതും ഉണ്ടാവില്ല. എന്താല്ലേ? ഞാൻ എൻ്റെ വിഷമം പറഞ്ഞത് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഈ പോരാളി പോലെ കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ അമ്മമാരൊക്കെ നമ്മൾ എന്താ പറയുക, നിങ്ങളും ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ.